welcome back to Xylem Learning. എല്ലാവരും എത്തിയിട്ടുണ്ടോ മക്കളെ? ഗുഡ് ഈവനിങ്. യെസ്, ഓഡിബിൾ ആണോ? ക്ലിയർ ആണോടാ? മിസ്സിനെ കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സെറ്റ് ആണോ എന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ. പുതിയതായിട്ട് നമ്മുടെ സൈലം കാണുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാ കമന്റ് ബോക്സിൽ. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അമ്പു, ധന്യ, യെസ്, അർച്ചന, ജംഷീന, ക്യൂട്ട് ജോന, ഓക്കെ, യെസ്, അശ്വിൻ, അഫ്ലാൻ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കാണാമോ? കേൾക്കാമോ? പെർഫെക്റ്റ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? യെസ് അശ്വിൻ, ഓക്കെ, കാണുന്നുണ്ട്. സെറ്റാണ്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും ഒന്ന് വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്തേടാ. എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരാം. മിസ് കുറച്ചും കൂടെ ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിട്ടോ. അപ്പൊ കുറച്ചും കൂടെ ആൾക്കാർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കറിയാം, നമ്മുടെ എക്സാം ആയി, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് എത്തി അല്ലെ. ഇനി അധിക ദിവസങ്ങൾ നമുക്കില്ല. സോ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം? ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ദിവസത്തെ ലൈവുകളിൽ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷില് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ പ്രേയിങ് ഹാൻഡ്സ് വരെയാണുള്ളത് അല്ലെ. ഡാർട്സ് ഓഫ് ഡയറിംഗ് എന്ന് പറയുന്ന കുട്ടി പോവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് നല്ല ക്യൂട്ട്, നല്ല രസമുള്ള, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇന്നത്തെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചാപ്റ്റർ നമ്മൾ ഫുള്ള് പഠിക്കും. സോ ആർ യു റെഡി ആണോ? കമന്റ് ബോക്സിൽ മിസ് ഞങ്ങൾ റെഡി ആണെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ ഫുൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. മിസ് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അടിപൊളി ഉഷാറായിട്ട് കമന്റ് ബോക്സിൽ ആൻസേഴ്സ് പറയാ. ഫുൾ വൈബായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, ധ്വനി, സൂര്യ, ഗുഡ് ഈവനിങ്. ഓക്കെ മക്കളെ, അപ്പൊ മിസ് എന്നാ ചോദിക്കട്ടെ, ക്രിസ്മസ് എക്സാം ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ടെൻഷൻ ഉള്ളവര് കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടേ. ടെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ബ്ലൂ ഹാർട്ട് ഇടാം. ഇപ്പോഴും ടെൻഷൻ ഉള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടോന്ന് വെച്ചാൽ നോക്കട്ടെ. റെഡിയാണ്? അമ്പടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്നൊക്കെ, എത്ര പേര് നിങ്ങൾ കൂട്ടിയിട്ട് വന്നു എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. യെസ്, ടെൻഷൻ ഉള്ളവരുണ്ട്, ടെൻഷൻ ഇല്ലാത്തവരുണ്ട്. അയ്യോ, റെഡ് ഹാർട്ട് ആണല്ലോ വരുന്നത്. അപ്പൊ കുറേ പേർക്ക് ടെൻഷനാണ് അല്ലേ. ഇതിലൊന്നും പെടാതെ ജംഷീന പർപ്പിൾ ഹാർട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. അമ്പോ, അധികം പേർക്ക് എക്സാമിന് ടെൻഷനാണ്. മിസ് എന്ന് പറയട്ടേടാ, നമ്മൾ ഈ ടെൻഷൻ അടിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഞാൻ നാളെ എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇങ്ങനെ ഇരുന്നും കൂടി ടെൻഷൻ അടിച്ചു. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എക്സാമിന് ഏതെങ്കിലും രീതിയിൽ ഈ ടെൻഷൻ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും? ഒന്നുമില്ല അല്ലെ. അപ്പൊ ടെൻഷൻ അടിച്ചിരിക്കാണ്ട് ആ ഉള്ള സമയത്തും കൂടെ 2 അക്ഷരം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്രയെങ്കിലും ആവും. ടെൻഷൻ അടിച്ച് യാതൊരു കാര്യമല്ല, വിധി നമുക്ക് തടുക്കാൻ പറ്റില്ല, വരാൻ പോകുന്നത് വഴി തങ്ങില്ല. അതുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ പ്രഷർ കൂട്ടാന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാ? ടെൻഷനൊക്കെ മാറ്റി വെക്കുക. ആ സമയത്ത് കൂളായിട്ടിരിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ പഠിക്കും എന്ന് നിങ്ങളോട് തന്നെ എന്ത് ചെയ്യുക? ഒരു പ്രോമിസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അത്രയും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ലെവലിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോട്ടടാ, കുഴപ്പമില്ല, എക്സാം നമുക്ക് ഇനിയുണ്ട് അല്ലെ. ഇത്തവണ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, എന്നിട്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും എക്സാം ഉണ്ട്. നമ്മൾ ഫെയിൽ ആവും, നമ്മളെ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കും, നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും, നമ്മൾ വിൻ ചെയ്യുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സോ എക്സാമിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എന്റെ ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങൾ മിസ് പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്ത് തീർക്കുക. ഇനി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുക. നമ്മുടെ ടെൻഷന്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ. ഓക്കെ, സെറ്റാണ്. അപ്പൊ മിസ് പറഞ്ഞ പോലെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്താലോ? ക്യാൻ വി സ്റ്റാർട്ട്? റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് മിസ്സിന് കുറച്ച് ബ്ലൂ ഹാർട്ട് ഒക്കെ തരാം. അതുപോലെ തന്നെ മിസ്സിന് കുറച്ച് ചോക്ലേറ്റ്സ്, റെഡ് റോസസ് ഒക്കെ തരാം. കമന്റ് ബോക്സിൽ എല്ലാം വിട്ടോളൂ. ഓക്കെ, ചീമട്ട മാത്രം എറിയരുതേ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഓക്കേടാ, അപ്പൊ എല്ലാവരും റെഡിയാണ്, സെറ്റാണ് അല്ലെ. അപ്പൊ മിസ് ഒന്ന് ചോദിക്കട്ടെ, മിസ്സിന്റെ പേരറിയോ? മിസ്സിന്റെ പേരറിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? അപ്പൊ ഒരാള് മിസ്സി പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിസ്സിന്റെ പേര് പറഞ്ഞുതരാം കേട്ടോ. മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്.
ഓക്കെ, അഭിരാമി എന്നാണ്, നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം. ABA ആണ് മിസ്സിന്റെ കോഡ്. ഓക്കെ, അപ്പോൾ ബേസിക് സയൻസും ഇംഗ്ലീഷും ഒക്കെ മിസ് എന്ത് ചെയ്തു തരാം, അടിപൊളിയായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി തരാം. റെഡി അല്ലേ? സെറ്റ് ആണോ? അറിയാം, പേരറിയാലേ, കമന്റ് ബോക്സിൽ പേരൊക്കെ വരുന്നുണ്ട്, അപ്പൊ മിസ്സിനെ അറിയാം. എന്നാലും പുതിയ മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, യെസ്, സെറ്റ് ആണ്. ഓക്കേടാ കുട്ടാ. സോ നമ്മുടെ ഇംഗ്ലീഷിലെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് മിസ് പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഷെയർ ചെയ്തതിന് ശേഷം അവസാനം മിസ് പറയുകയാണ്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമേ തന്നെ മിസ് ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ലൈക്ക് ചെയ്യണോ വേണ്ടിയെന്ന്. ഓക്കെ ഓക്കെ, യെസ്, സെറ്റാണ്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ അധികം ഡയലോഗ് മിസ് അടിക്കുന്നില്ല. നമ്മുടെ 4th യൂണിറ്റില് രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ GD സാർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നു അല്ലെ. നമ്മുടെ GD സാർ ഫാൻസ് ഒക്കെ കമന്റ് ബോക്സിൽ എന്താ GD സാറിന്റെ ഈ ഇമോജി ഇട്ടേ. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഡോർസ് ഓഫ് ടാലന്റ് എന്ന് പറയുന്ന കുട്ടി പോം നമ്മൾ അൻവറാമിസം അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നു. അൻവറാമിസിന്റെ ഫാൻസ് ഒക്കെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാ, ഒരു റെഡ് ഹാർട്ട് ഇടാ. ഇനി നമുക്കുള്ളത് പ്രീയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് അബി മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ മിസ്സിന്റെ ഫാൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ബ്ലൂ ഹാർട്ട് ഇടാ. ഓക്കെ ഓക്കെ മക്കളെ, സോ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പ്രീയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ആണ്. നമുക്ക് അധികം ഡയലോഗ് ഒന്നും മിസ് അടിക്കുന്നില്ല. മിസ് എന്ത് ചെയ്യാണ്, കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, യെസ്. ഓക്കെ, സോ അമ്പോ കമന്റ് ബോക്സ് നിറയെ ഇമോജീസ് ആണല്ലേ, അമ്പട. ഓക്കെ ഓക്കെ, യെസ്, സെറ്റ്. അമ്പോ മിസ്സിന്റെ ബ്ലൂ ഹാർട്ട് വന്ന് നിറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ കുട്ടാ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിലേ ഹാവ് യു എവർ വണ്ടർഡ് അബൌട്ട് ദി സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിന്റിങ്സ്? നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും TVയിലെങ്കിലും കണ്ടിട്ടുണ്ടോ ഫേമസ് പെയിന്റിങ്സ്? നമ്മുടെ മൊണാലിസ അല്ലെ, ലാസ്റ്റ് സപ്പർ, ഡാവിഞ്ചിയുടെ ഒക്കെ ഫേമസ് പെയിന്റിങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഫേമസ് പെയിന്റിങ്സ് നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മുടെ പുസ്തകങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ TVയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വലിയ വലിയ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ കാണുമ്പോൾ, ചെറുതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇത് എന്താപ്പത്, അല്ലെ ഇതിന്റെ മീനിങ് എന്താ, അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഓരോരുത്തരുടെയും ഇമോഷൻസും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ മെസ്സേജസും ഒക്കെ ആയിരിക്കും അവരുടെ പെയിന്റിങ്സിലൂടെ കൺവേ ചെയ്യുന്നത്. ഇതുപോലെയുള്ള വലിയ വലിയ പെയിന്റിങ്സ് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കാറുണ്ടോ അതിന്റെ പിന്നിലുള്ള കഥ? എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു പിക്ചർ വരച്ചത്? ഈ ഒരു പിക്ചർ വരച്ചതിന്റെ കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ബാക്കി ഇത്രയധികം ഐഡിയാസ് ഉണ്ടായിട്ടും ഇത് ചൂസ് ചെയ്തത്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ച് കൂട്ടുന്ന ഓവർ തിങ്കേഴ്സിനൊക്കെ പറ്റുന്ന കാര്യമാണല്ലേ. എന്നാലും ഇതെന്തായിരിക്കും ഇങ്ങനെ, അവരെന്തുകൊണ്ട് അത് വരച്ചില്ല, എന്താണ് ഇത് വരച്ചത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. യെസ്, മൊണാലിസ കണ്ടിട്ടുണ്ട് അല്ലെ. പിന്നെ ഏതൊക്കെയാണ്? യെസ്, ലാസ്റ്റ് സപ്പർ. ഓക്കെ, കുറേ ഫേമസ് പെയിന്റിങ്സ് നിങ്ങളും കണ്ടിട്ടുണ്ട് അല്ലെ. സോ ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് എ ക്ലാസിക്കൽ പെയിന്റിംഗ് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്കൽ പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിങ്ങിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, ഒരു ത്യാഗത്തിന്റെ കഥ. ഓക്കെ, ഒരു സ്നേഹത്തിന്റെ കഥ, ഒരു ബന്ധത്തിന്റെ കഥ. ആ കഥയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. What do you mean by sacrifice? സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അറിയുന്നവരെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്നു, ത്യജിക്കാന്ന് പറയും. ആ ത്യാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാക്രിഫൈസ് എന്ന് പറയുന്നത്. ലവ് ബിറ്റ്വീൻ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെ. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടന്മാര്, ചേച്ചിമാര്, അനിയന്മാര്, അനിയത്തിമാര് എന്താ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, റെസ്പെക്ടിങ് അതേഴ്സ് എഫേർട്ട്, ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടുകളെ ബഹുമാനിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ.
വെരി ഗുഡ്. ത്യാഗം, അതെ, ത്യജിക്കുക. വെരി ഗുഡ്. എല്ലാവരും അടിപൊളിയായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. യെസ്. സോ ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany, lived the Durer family with 18 children. കഥ നടക്കുന്ന എവിടെയാണ്? പണ്ട് ബാക്ക് ഇൻ ദ 15th century, 15ാം നൂറ്റാണ്ടിന്റെ സമയത്ത് ജർമ്മനിയില് ഒരു ടൈനി വില്ലേജ്. What do you mean by tiny village? ഒരു ചെറിയ ഗ്രാമം. ആ ചെറിയ ഗ്രാമത്തിലാണ് നമ്മുടെ ഡ്യൂറർ ഫാമിലി താമസിച്ചിരുന്നത്. നമ്മളിതാ ഓരോ കുടുംബക്കാരുടെ പേരൊക്കെ പറയില്ലേ, ആ കുടുംബക്കാരുടെ പേര് പറയുന്ന പോലെ ജർമ്മനിയിലുള്ള ഒരു കുടുംബമാണ് ഡ്യൂറർ ഫാമിലി. ഓക്കെ, അപ്പൊ ആ പേരിന്റെ അവസാനം നമ്മുടെ സ്റ്റാർക്ക് ഫാമിലി, അതുപോലെ തന്നെ ഡ്യൂറർ ഫാമിലി, അതുപോലെ വൈക്കിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഫാമിലി നെയിംസ് ഉണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഡ്യൂറർ ഫാമിലി. ആ ഒരു ഫാമിലിയുടെ നെയിമാണ്. അവർക്ക് 1 2 ഒന്നും അല്ലടാ, 18 മക്കളാ. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മുടെ അപ്പൂപ്പനമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മളൊക്കെ ഇപ്പൊ 2 3 മക്കളായിരിക്കും അല്ലെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അനിയനോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടാവും അല്ലെ. ഇനി നമ്മുടെ അച്ഛന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 1 2 എണ്ണമൊക്കെ കൂടും. പക്ഷെ നമ്മുടെ അപ്പൂപ്പന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ 7 മക്കള്, 8 മക്കള്, 10 മക്കള്, 12 മക്കള്, അങ്ങനെയാണ്. പണ്ട് കാലത്ത് അതായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലത്തെ ട്രെൻഡ് അങ്ങനെയായിരുന്നു. സോ ഇവിടെ 18 മക്കളാണേ, 1 2 അല്ല, 18 എണ്ണം, 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. എന്താണ് അപ്പൊ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നുമല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ ഡ്യൂറർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 2 നമുക്കറിയാം, നമ്മുടെ വീട്ടില് ചിലപ്പോൾ 2 മക്കളായിരിക്കും. 2 മക്കളും അച്ഛനും അമ്മയും അല്ലെ, അപ്പൂപ്പനും അമ്മൂമ്മയും അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കും. പക്ഷേ 3 നേരം നമ്മളെയൊക്കെ തീറ്റി പോറ്റണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫുഡ് വേണ്ടി വരും? രാവിലെ അമ്മ ഫുഡ് ഉണ്ടാക്കും, പിന്നെ ഉച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും സ്നാക്സ്, ഉച്ചയാകുമ്പോൾ ഊണ്, ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും 4 മണിക്ക് ചായ കടി, വൈകുന്നേരം ഡിന്നർ, പിന്നെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഭക്ഷണം, സ്നാക്സ്, ജ്യൂസ്, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് മാത്രം 2 മക്കളുള്ള നമ്മളെ തീറ്റി പോറ്റാൻ അച്ഛനും അമ്മ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ 18 മക്കൾക്ക് ഭക്ഷണം െന്നുണ്ടെങ്കിൽ ചില്ലറ കഷ്ടപ്പാടാണോ പെട്ടിട്ടുണ്ടാവുക? ആണോ? ഇവരാണെങ്കിൽ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. സോ ഈ 18 കുട്ടികൾക്കും ഭക്ഷണം കൊണ്ടുവരാൻ, ഈ ബിഗ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരുടെ അച്ഛൻ ഗോൾഡ് ബൈ പ്രൊഫഷൻ, അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഗോൾഡ് സ്മിത്ത് അല്ലെ. നമ്മള് സ്വർണ്ണപ്പണിക്കാരൻ എന്ന് പറയില്ലേ, അതിനെയാണ് ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ വരുമാനം കിട്ടുന്ന ജോലിയൊന്നും അല്ല. ഉപ്പുപ്പാന്റെ ഉപ്പുപ്പയൊക്കെ 13 മക്കളാണ്. കണ്ടോ, ഇതുപോലെയുള്ളതാ മിസ്സിന്റെ എന്താ പറയാ, മിസ്സിന്റെ അച്ഛനൊക്കെ 7 മക്കളാ. അപ്പൊ അതുപോലെ അവരുടെ ഫാമിലിയൊക്കെ ഇതുപോലെ തന്നെ എത്രയാണ്, 10 12 മക്കളൊക്കെ ഉണ്ട് അവരുടെ പിൻതലമുറക്കാര്. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ അപ്പൂപ്പനോടും അമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അവരൊക്കെ എത്ര മക്കളായിരുന്നു എന്ന് വെറുതെ ഒരു ഫണ്ടിന് ചോദിച്ചു നോക്കിയാൽ മതി. പണ്ട് കാലഘട്ടത്തിൽ അതൊക്കെ സർവ്വസാധാരണമായിരുന്നു അല്ലെ. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആണ്. സോ അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ 1 2 ഒന്നല്ല, ഒരു ദിവസം 18 മണിക്കൂർ. നമുക്കറിയാം ഇപ്പൊ ടിപ്പിക്കലി നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 9 മണിക്കൂർ, അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂറാണ് മാക്സിമം വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ 9 മണിക്കൂറിന്റെ ഇരട്ടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പകല് മുഴുവൻ രാത്രി വരെ, ഒരു ദിവസം ആകെ 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിൽ നമുക്ക് മിനിമം 8 മണിക്കൂർ കിടന്നുറങ്ങാൻ വേണം. ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ക്ലീൻ ആക്കാനും ഒക്കെ വീണ്ടും വേണം നമുക്ക് 4 5 മണിക്കൂർ. പക്ഷെ ഇതൊന്നുമല്ല, 18 മണിക്കൂറോളം ജോലി ചെയ്തിട്ടാണ് അവർക്കുള്ള 18 മക്കൾക്കുള്ള ഭക്ഷണം ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ക്ലിയർ? ഫസ്റ്റ് സ്ലൈഡ് ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഒന്നുകൂടെ മിസ് വായിച്ചുതരാം. Back in the 15th century, in a tiny village in Germany, lived the Durer family with 18 children. Yes, 18! Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. Is that clear? Crystal clear ആണെങ്കിൽ comment boxൽ ഒരു blue heart ഇട്ടേ. Yes. സെറ്റാണ്. ഏതെങ്കിലും വാക്കുകളിൽ സംശയം ഉണ്ടെങ്കിൽ മിസ് പറയാണ്, കമന്റ് ബോക്സിൽ അപ്പൊ ചോദിച്ചാൽ മതി, മിസ് പറഞ്ഞുതരാം. ഓക്കെ, സംശയം ചോദിക്കുന്നതിനൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. അപ്പൊ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി, എല്ലാവർക്കും മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മിസ് ഓരോ സ്ലൈഡ് കഴിയുമ്പോൾ ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെയാണ്, സെറ്റാണ്.
ഓക്കെ, സോ ഇനി എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഇവരുടെ കുടുംബത്തിന്? ഹി ഓൾസോ took on any other paying job he could find in the neighborhood. അത് മാത്രമല്ല, ഈ 18 മണിക്കൂർ ഗോൾഡ് സ്മിത്ത് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്ത് മാത്രമല്ല, ആ നെയ്ബർഹുഡിൽ അടുത്ത പരിസരത്തൊക്കെ എന്തെങ്കിലും ജോലി കിട്ടുമെങ്കിൽ കിട്ടാവുന്ന ജോലി ഒക്കെ എടുക്കും. കാരണം ഇത്രയും പേരെ ഭക്ഷണം കൊടുക്കണം, വലുതാക്കണം അല്ലെ. അപ്പൊ ഇത്രയും പേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മാത്രം വരുമാനം തികയുന്നില്ല. സോ അടുത്തൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പുറംപണിയോ പറമ്പിൽ പണിയോ എന്താണെന്ന് ഇരിക്കട്ടെ, എന്ത് പണിയും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഓക്കെ, despite their hopeless condition, two of the older children, Albert and Albert, had a dream. Despite their hopeless condition, despite, what do you mean by despite എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താടാ? എങ്കിലും. ഓക്കെ, എങ്കിലും ഇവർ ഇത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിലാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ 2 ഏറ്റവും മൂത്ത ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആൽബ്രക്കും ആൽബർട്ടും. ഇതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയോ? ഓക്കെ, ആൽബ്രെക്റ്റ്. ഓക്കെ, ആൽബ്രക്ക്, ഇത് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ആൽബ്രക്കും ആൽബർട്ടും. സോ ആൽബർട്ട് ഡ്യൂററും ആൽബർട്ട് റൂററും, ഇവര് ഡ്യൂറർ ഇങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് പറയണമെന്നില്ല, നിങ്ങൾ വായിക്കൊള്ളുന്ന പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി, രണ്ടുപേരുടെയും പേര് മനസ്സിലാക്കിയാൽ മതി. സോ ആൽബ്രക്കും ആൽബർട്ടിനും ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണ്? they both wanted to pursue their talent for art. രണ്ടുപേർക്കും ആർട്ടിനോട് ഭയങ്കര ടാലന്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണം? അവരുടെ ഈ കലയോടുള്ള ഈ ഒരു ടാലന്റ്, ആ ഒരു കഴിവ് അവർക്ക് പെർസ്യൂ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കഴിവ് അവർക്ക് എക്സിബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു കഴിവ് അവർക്ക് പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെയും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ മൂത്ത 2 മക്കൾക്കും ഉണ്ടായിരുന്നു. ബട്ട് they knew that their father would never be able to send them to study at the academy. പക്ഷേ അവർക്കറിയാം, അവരുടെ അച്ഛന് എന്നും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്രയും മണിക്കൂർ ജോലി ചെയ്യുന്ന അച്ഛന് വലിയ അക്കാഡമിയിലൊക്കെ വിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അച്ഛൻ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് ഈ 2 മക്കൾക്കും നല്ല ധാരണയുണ്ടായിരുന്നു. ഒന്നും കൂടെ വായിച്ചു തരാം മിസ്. He also took on any other paying job he could find in the neighborhood. Despite their hopeless condition, two of the older children, Albert and Albert, had a dream. They both wanted to pursue their talent for art, but they knew that their father would never be able to send them to study at the academy. Clear? സെറ്റാണോ? 2 പേർക്കും അറിയാമായിരുന്നു അച്ഛൻ എന്തായാലും അതിനുള്ള കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരെ അത്ര വലിയ സ്ഥലത്തൊക്കെ അയച്ച് പഠിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല എന്ന് ഇവർക്ക് നല്ല ധാരണയുണ്ട്. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് the 2 boys finally worked out a pact. അങ്ങനെ ഇവർ 2 പേരും എന്ത് ചെയ്തു? അച്ഛൻ്റെ എന്തായാലും പൈസ ഇല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതാ ഇവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറേ ചർച്ചകൾക്ക് അവസാനം ഇവർ 2 പേരും കൂടെ ഒരു പാക്ട്, ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരു ഐഡിയ കൊണ്ടുവരികയാണ്. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. 2 പേരും കൂടെ സമ്മതിച്ചതിന് ശേഷമാണ് ഇവർ ഈ ഒരു പാക്ട് കൊണ്ടുവരുന്നത്. പാക്ട് മീൻസ് ഒരു ധാരണ, അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് അവരെത്തുന്നത്. എന്താണ്? they would toss a coin. ഒരു കോയിൻ എടുത്തിട്ട് അവർ ടിക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ടോസ് ചെയ്യും. നമുക്കറിയാം കോയിന് ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട് അല്ലെ. അപ്പോൾ ഹെഡ് ഒരാളെടുക്കും, ടെയിൽ ഒരാളെടുക്കും. ഏത് പോർഷൻ ആണോ വീഴുന്നത് അവർക്ക് എന്താണ് ഡിസ്കസ് ചെയ്യുക, എന്താണെന്ന് നോക്കാം. The loser would go down into the nearby mines. അപ്പോൾ ഇവരുടെയൊക്കെ വീടിൻ്റെ അടുത്ത് മൈൻസ് ഉണ്ട്. മൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഖനികളില്ലേ, അതായത് ഭൂമിയുടെ അടിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഖനികൾ, അല്ലെങ്കിൽ മെറ്റൽസ് ഒക്കെ ഉണ്ടാവുന്ന ഖനിശേഖരം ഉണ്ടാവും. അതൊക്കെ കുഴിച്ച് കല്ലൊക്കെ വെട്ടി ആ മൈൻസ് ഒക്കെ എടുക്കുന്നതിനെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള മെറ്റൽസ്, സ്വർണ്ണം ആയിക്കോട്ടെ, നമ്മുടെ ഏതൊരു മെറ്റൽ ആയിക്കോട്ടെ, ഡയമണ്ട് ഒക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ഖനികളിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. സോ ഇതുപോലെ മൈൻസിൽ നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്. അപ്പോൾ ആരാണോ തോക്കുന്നത്, ഈ ടോസ് ഇട്ടിട്ട് ആരാണോ തോക്കുന്നത്, അവരെന്ത് ചെയ്യും? മൈനിൽ പണിക്ക് പോകും. ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാഡമി. ഈ പണിക്ക് പോകുന്ന ആൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റേ ആൾ എന്ത് ചെയ്യും? അക്കാഡമിയിൽ പോയി പഠിക്കും. 2 പേർക്കും എന്തായാലും ഒരേ സമയം ഈക്വലി അക്കാഡമിയിൽ പോയി പഠിക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് അറിയായിരുന്നു. സോ ഒരാൾ
എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ മൈൻസിൽ പോയി ജോലി ചെയ്യും. ആ പൈസ കൊണ്ട് മറ്റേ ആള് അക്കാഡമിയിൽ പോയി പഠിക്കും. ഇൻ 4 years the brother who won the task would complete his studies. അങ്ങനെ 4 വർഷം വേണം ആ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ആരാണോ ഈ ഒരു ടാസ്ക് വിൻ ചെയ്തത് അവര് 4 വർഷം കൊണ്ട് പഠിത്തം കഴിയും അല്ലെ. he would then support his brother to go to academy. അതിനുശേഷം പഠിച്ചു വന്നതിന് ശേഷം അവർക്ക് എന്തായി? ആ പൈസയൊക്കെ എന്തായാലും ജോലിയൊക്കെ കിട്ടും. ജോലി കിട്ടുമ്പോ ഈ കഷ്ടപ്പെട്ട ഇയാൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഈ ബ്രദറിനെ മറ്റേ ബ്രദറിനെ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെ. ഒരാൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി മറ്റേ ആളെ പഠിപ്പിക്കുന്നു. അയാൾ പഠിച്ച് രക്ഷപ്പെട്ടതിന് ശേഷം ഇയാളെ അക്കാഡമിയിലേക്ക് വിടുന്നു. ഇതാണ് എന്ത്? ഇവർ തമ്മിലുള്ള ആ ഒരു കരാർ അഥവാ പാക്ട്. ഇഫ് നെസസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. ഇനി ആവശ്യമെങ്കിൽ നല്ല അതാ ഇത് കിട്ടിയില്ല, നല്ല വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാഡമിയിൽ നിന്ന് പഠിച്ചു വന്ന ബ്രദർ മൈൻഡിൽ പോയിട്ടായാലും വർക്ക് ചെയ്തിട്ട് മറ്റേ ആളെ പഠിപ്പിക്കണം. ഇതാണ് ഇവരുടെ ഇടയിലുള്ള ഈ ഒരു പാക്ട് എന്ന് പറയുന്നത്. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് the two boys finally worked out a pact. They would toss a coin. The loser would go down to the nearby mines. His earning would support his brother to study at the academy. In 4 years, the brother who won the toss would complete his studies. He would then support his brother to go to academy. If necessary, he would even work in the mines for that. Is that clear? Set ആണോ? മനസ്സിലായോ? ഏതെങ്കിലും വാക്കുകൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. 3 വരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ മിസ്സിന് റോസാപ്പൂക്കൾ തരുമോ? റോസാപ്പൂക്കൾ. യെസ്, സെറ്റാണ്. ഓക്കെ. അങ്ങനെ ഒരു ദിവസം ആ ദിവസം എത്തിയില്ലേ, ഒരു ദിവസമല്ല, അവരുടെ ആ ദിവസം വന്നെത്തി. വൺ സൺഡേ മോർണിംഗ് ആഫ്റ്റർ ചർച്ച് ദേ ടോസ്ഡ് ദ കോയിൻ ദാറ്റ് വുഡ് ഡിറ്റർമൈൻ ദർ ഫ്യൂച്ചർ. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്ന് കുർബാനയൊക്കെ കൂടി തിരിച്ചു വന്നതിന് ശേഷം ഇവരെന്ത് ചെയ്യാണ്? ഇവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് അല്ലെ. അവരിതാ അവരുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഭാവി നിർണ്ണയിക്കുക. ഓക്കെ, ഡിറ്റർമൈൻ ചെയ്യുക, നിർണ്ണയിക്കുക. യെസ്. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം ഇവരുടെ ഭാവി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്? അവർ ടോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആൽബർട്ട് ഡ്യൂറർ the young brother won the toss and went off to the academy. ആ ടോസിൽ ആരാ ജയിച്ചത്? യങ് ബ്രദർ ആയിട്ടുള്ള ആൽബ്രക്ക് ആണ്. ആൽബ്രക്ക് എന്ത് ചെയ്തു? അതാ ഈ ഒരു ടോസിൽ വിൻ ചെയ്തു, അക്കാഡമിയിൽ പഠിക്കാൻ പോവാണ്. അപ്പോ ഇവരുടെ എൽഡർ ബ്രദർ എന്നുണ്ടെങ്കിൽ മൂത്ത ജ്യേഷ്ഠൻ ആൽബർട്ട് എന്ത് ചെയ്യാണ്? മൈനില് ജോലി ചെയ്യാണ്. ഓക്കെ, ഇളയ യങ് ബ്രദർ ആയിട്ടുള്ള ആൽബ്രക്ക് ആണ് നമ്മുടെ അക്കാഡമിയിൽ പോകുന്നത്. ആൽബർട്ട് മൈനിൽ പോയിട്ട് അതാ ഇളയ സഹോദരന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ്. അവരുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ വാക്ക് അവർ അതുപോലെ പാലിക്കുകയാണ് കേട്ടോ. ഓക്കെ, Albert went down into the dangerous mines and for the next 4 years supported his brother. എന്ത് സ്നേഹമുള്ള ഒരാളാണ് അല്ലെ, സ്നേഹമുള്ള ഒരു ചേട്ടനാണ്. ആൽബർട്ട് എന്ത് ചെയ്തു? ഡേഞ്ചറസ് മൈൻസ്. വാട്ട് യു മീൻ ബൈ ഡേഞ്ചറസ് മൈൻസ്? അപകടകരമായിട്ടുള്ള ആ ഖനിയില് 4 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? പണിയെടുത്തു, കഷ്ടപ്പെട്ട് അദ്ദേഹം കല്ലും മണ്ണും ഒക്കെ ഇടിച്ച് കൈയൊക്കെ ആകെ നാശമായി. അദ്ദേഹം നല്ല പോലെ കഷ്ടപ്പെട്ട് 4 വർഷങ്ങൾ എന്ത് ചെയ്തു? അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജോലി ചെയ്തു. Albrecht's work at the academy was almost an immediate sensation. അതുപോലെ പഠിക്കാൻ പോയ ഈ സഹോദരൻ കടന്ന് കഷ്ടപ്പെടുന്ന ആ വേർപ്പിന്റെ വില അറിയുന്ന അനിയനാണ് പഠിക്കാൻ പോയത് അല്ലെ. അവിടെ പോയ അനിയനും എന്തായി? അവിടെ ഒരു ഇമ്മീഡിയറ്റ് സെൻസേഷൻ ആയി. എല്ലാവരുടെയും എന്താ പറയാ, രോമാഞ്ചകഞ്ചുകം എന്ന് പറയുന്നത് പോലെ അവിടെ ചെന്നതിന് ശേഷം ആൽബ്രക്കിന്റെ കഴിവ് കൊണ്ട് അദ്ദേഹവും പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടി, അല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധയാർജിച്ചു. ആൽബർട്ട്സ് etchings, his woodcuts and his oil paintings were far better than those of most of his professors. അതായത് അവിടെ അവനെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനെ കാട്ടിലും അടിപൊളിയായിട്ടാണ് നമ്മുടെ ആൽബ്രക്ക് എന്ത് ചെയ്യുന്നത്? എച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിതാ ശില്പങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ കൊത്തി നമ്മൾ പടം വരയ്ക്കില്ലേ, അതുപോലെ തന്നെ വുഡ്സ് ഒക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ശില്പപ്പണികൾ, ആ സ്കൾപ്ചേഴ്സിനെയൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓയിൽ പെയിന്റിങ്സ്, ഇതൊക്കെ അവിടെയുള്ള പ്രൊഫസേഴ്സിനെ കാട്ടിലും അടിപൊളിയായിരുന്നു. കലാകാരനാണല്ലേ, കഴിവുള്ള ആളാണ്, വൻ കഴിവുള്ള ആളാണ് ആര്? നമ്മുടെ ആൽബ്രക്ക്. സോ ആൽബ്രക്കിന്റെ ഈ കഴിവുകൾ
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഓയിൽ പെയിന്റിങ്സും അദ്ദേഹത്തിന്റെ കൊത്തുപണികളും ഒക്കെ എല്ലാവരുടെയും ശ്രദ്ധ നേടി. ബിക്കോസ് പ്രൊഫസേഴ്സിനെക്കാട്ടിലും അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൽബ്രക്ക് ഇതൊക്കെ ചെയ്യുന്നത്. ബൈ ദ ടൈം ഹി ഗ്രാജുവേറ്റഡ് ഹി വാസ് ബിഗിനിങ് ടു ഏൺ എ കൺസിഡറബിൾ ഫീ ഫോർ ഹിസ് വർക്ക്സ്. അങ്ങനെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ്, പഠിത്തമൊക്കെ കഴിഞ്ഞ് 4 വർഷം പഠിച്ചിറങ്ങുന്ന സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന് ഏകദേശം റീസണബിൾ ആയിട്ടുള്ള, ആവശ്യത്തിന് ന്യായമായിട്ടുള്ള ഫീസ് വാങ്ങാനായിട്ടുള്ള കേപ്പബിലിറ്റിയിലേക്ക് എത്തിയിട്ടാണ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങുന്നത് അല്ലെ. പുതിയ എന്താ പറയാ, ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു. അല്ലെങ്കിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല സാമ്പത്തിക ശേഷിയിൽ അത്യാവശ്യം നല്ല എമൗണ്ട് അദ്ദേഹത്തിന് ഫീ ആയിട്ട് റിവാർഡായിട്ട് കിട്ടി. ബിക്കോസ് അദ്ദേഹം പെട്ടെന്ന് തന്നെ കഴിവ് കൊണ്ട് കഴിവ് തെളിയിച്ച് ഒരു പ്രാപ്തി നേടിയെടുത്തു അല്ലെ. അപ്പോഴേക്കും സപ്പോർട്ട് ചെയ്തത് ആരാണ്, മറ്റേ ബ്രദർ കഷ്ടപ്പെട്ട് ഈ മൈൻസിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻസിൽ പോയി അദ്ദേഹം വർക്ക് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ മിസ് ഒന്നും കൂടെ വായിച്ചു തരാം. Albert went down into the dangerous mines and for the next 4 years supported his brother. Albert's work at academy was almost immediate sensation. Albert's etchings, his woodcuts and his oil paintings were far better than those of most of his professors. By the time he graduated, he was beginning to earn a considerable fee for his works. Clear? Set ആണോ? ഏതെങ്കിലും വേർഡ്സിലെ ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ, ഡൗട്ട്സ് ഇല്ല, സെറ്റാണ്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാവേ. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. അങ്ങനെ പഠനത്തിനൊക്കെ ശേഷം അല്ലെ, 4 വർഷങ്ങൾക്ക് ശേഷം ഇളയ അനിയൻ എന്ത് ചെയ്യാണ്, അവരുടെ ഫാമിലിയിലേക്ക്, അവരുടെ വില്ലേജിലേക്ക് തിരിച്ചു വരാണ്. അങ്ങനെ യങ് ആർട്ടിസ്റ്റ് വില്ലേജിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ചു വരാ അല്ലെ. അപ്പൊ കഴിവൊക്കെ തെളിയിച്ച് വലിയൊരു കലാകാരനായിട്ട് എന്ത് ചെയ്യാണ്, ആൽബ്രക്ക് തിരിച്ചു വരികയാണ്. സോ തിരിച്ചു വരുന്ന ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫാമിലി എന്ത് ചെയ്തു, ഒരു ഫെസ്റ്റീവ് ആയിട്ടുള്ള ഡിന്നർ ഒരുക്കി. എവിടെ, അവരുടെ ഒരു ലോണിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു പുൽത്തകിടിയിൽ ഒരു ഫെസ്റ്റീവ് ഡിന്നർ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഹോം കമ്മിങ് അല്ലെ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരു ഫെസ്റ്റീവ് ഡിന്നർ അറേഞ്ച് ചെയ്തു. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. അപ്പൊ അവർ അറേഞ്ച് ചെയ്ത ഈ ഒരു ഡിന്നർ എന്ന് പറയുന്നത് വളരെ ലോങ്, അതുപോലെ തന്നെ മെമ്മറബിൾ മീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കലും മറക്കാത്ത, ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു. ഒരു മീലിൽ നിറയല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിന്നർ ഫുൾ എന്താണ്, മ്യൂസിക്കും അതുപോലെ തന്നെ ചിരികളും, എല്ലാവരുടെയും സന്തോഷവും ആഹ്ലാദവും. കാരണം അത്രയും കഴിവ് തെളിയിച്ച് വലിയൊരു അക്കാഡമിയിൽ, അവരുടെ കുടുംബത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു അക്കാഡമിയിൽ പോയി പഠിച്ചിട്ട് വരുന്ന ആരും ഇല്ല അല്ലെ. സോ ഒരു അക്കാഡമിയിൽ പോയി പഠിച്ചിട്ട് വരുന്ന ഒരു അഭിമാനം, ഒരു സന്തോഷമൊക്കെ കൊണ്ട് അവരെന്ത് ചെയ്യാണ്, എല്ലാവരും ആഘോഷിക്കുകയാണ്. At the end, Albrecht rose from his honored position at the head of the table. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ്, ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ആൽബർട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാനം ആൽബ്രക്റ്റ് റോസ് ഫ്രം ഹിസ് ഓണേർഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദി ടേബിളിന്റെ ഏറ്റവും ഹെഡ് പോർഷനിലായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കുന്ന ടേബിളിന്റെ ഏറ്റവും തലക്കലായിട്ട് ഒരു ഓണേർഡ് പൊസിഷൻ, അല്ലെങ്കിൽ എല്ലാവരും ബഹുമാനം നൽകുന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് ആൽബ്രക്റ്റ് എന്ത് ചെയ്തു, റോസ്. വാട്ട് യു മീൻ ബൈ റോസ്? റോസാപ്പ് കൊടുത്തു എന്നാണോ? റൈസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ റോസ്. ഓക്കെ, ഉയർന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനത്ത് നിന്ന് എണ്ണീറ്റ് നിന്നു. ഓക്കെ, ആൽബർട്ട് റോസ് ഫ്രം ഹിസ് ഓണേർഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദി ടേബിളിന്റെ ഏറ്റവും ഹെഡിൽ നിന്ന്, തലക്കിൽ നിന്ന് അവിടുന്ന് ഉയർന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ടു ഹിസ് ബിലവ്ഡ് ബ്രദർ ഫോർ ദി ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് enabled him to fulfill his ambition. അദ്ദേഹത്തിന്റെ ആ ഒരു അംബീഷൻ, ആ ഒരു ആഗ്രഹം ഫുൾഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സഹോദരന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മളിതാ സാധാരണ എന്താ
ഒരു ഗ്ലാസ് ഒക്കെ ഉയർത്തിയിട്ട് നമ്മൾ ചിയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന് ആ ഒരു സന്തോഷം പങ്കിടാൻ, ആ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് എണ്ണീറ്റ് നിൽക്കുകയാണ് അല്ലെ. ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ടു ഹിസ് ബിലവഡ് ബ്രദർ ഫോർ ദി ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാസ് ഇനബിൾഡ് ഹിം. ഇനബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ സഹായിക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ, നേടിക്കൊടുക്കാൻ അനുവദിക്കുക. ഇനബിൾ ഹിം ടു ഫുൾഫിൽ ഹിസ് അംബിഷൻ. ഹിസ് ക്ലോസിംഗ് വേർഡ്സ് വേർ, അങ്ങനെ അദ്ദേഹം നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ആൻഡ് നൗ ആൽബർട്ട്, blessed brother of mine, now it is your turn. Now you can go to the academy to pursue your dreams and I will take care of you. എന്താ പറയുന്നത്? ഇത്രയും നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, പ്രിയപ്പെട്ട സഹോദര, ഇനി നിങ്ങളുടെ ഊഴമാണ് അല്ലെ, എന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സഹോദര. നൗ ഇറ്റ് ഈസ് യുവർ ടേൺ, ഇനി നിങ്ങളുടെ ഊഴമാണ്. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാഡമി ടു പെർസ്യൂ യുവർ ഡ്രീം. നിന്റെ ആഗ്രഹം, നിന്റെ സ്വപ്നം സഫലീകരിക്കാൻ, പെർസ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, സഫലീകരിക്കാൻ ഇനി നിനക്ക് അക്കാഡമിയിൽ പോയി പഠിക്കാം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. സോ ഇനി നിന്റെ സമയമാണ് അല്ലെ, ഇപ്പൊ അവന്റെ കാലം എന്ന് പറയുന്ന പോലെ, സഹോദര ഇനിതാ, ചേട്ടാ ഇനിതാ നിന്റെ സമയമാണ്. ഇനി അക്കാഡമിയിൽ പോയി നീ പഠിച്ചുകൊള്ളൂ, നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ നൽകാം എന്ന് ആര് പറയാണ്? യെസ്, ആ സ്നേഹമുള്ള പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണ് ആൽബ്രക്റ്റ് അല്ലെ. അങ്ങനെ അദ്ദേഹം സഹോദരനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി താങ്കൾ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. All heads turned in eager expectation to the far end of the table where Albert sat. അപ്പോൾ ആ ടേബിളിന്റെ ഏറ്റവും അറ്റത്ത്, അപ്പുറത്തറ്റത്താണ് ആരിയിരിക്കുന്നത്? ആൽബർട്ട്, മൂത്ത ചേട്ടൻ ഇരിക്കുന്നത് അല്ലെ. സോ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചോട് കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അടുത്ത ആളെ നോക്കുകയാണ്, ആൽബർട്ടിനെ നോക്കുകയാണ്. All heads turned in eager expectation. What do you mean by eager? ഈക്കട് എന്ന് പറഞ്ഞാൽ എന്താ? വ്യഗ്രത. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ. അവരെല്ലാരും കൂടെ എന്തായിരിക്കും ആളുടെ റെസ്പോൺസ്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാർട്ടൊക്കെ പറ്റി ടക് 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും കൂടെ ആൽബർട്ടിനെ നോക്കുകയാണ്. Okay, expecting to the far end of the table where Albert sat. ആൽബർട്ട് ഇരിക്കുന്ന ആ ടേബിളിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എല്ലാവരും പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. നോക്കിയപ്പോൾ കാണുന്ന ആ മനുഷ്യന്റെ മുഖം എങ്ങനെയാണ്? Tears were streaming down his pale face. Pale face എന്ന് പറഞ്ഞാൽ എന്താ? വിളറിയ മുഖം. അത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് പോലും ജീവനില്ല അല്ലെ. എന്താ പറയാ, വളരെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത്, അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്ത് കൂടിയിട്ട് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Tears were streaming down എന്ന് പറഞ്ഞാൽ എന്താ? അരുവി പോലെ കണ്ണീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. Shaking his lowered head from side to side, he sobbed and repeated over and over again, no, 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 no. എന്താണ്? കണ്ണീരിങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട് അദ്ദേഹം തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് പറയാണ്, നോ 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 നോ, വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയാണ്. Finally, Albert rose and wiped the tears on his cheeks. അങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം ആൽബർട്ട് എന്ത് ചെയ്യാണ്? ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണ്ണീക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? he wiped the tears on his cheeks. കണ്ണിലുള്ള ആ ഒരു കണ്ണീര് തുടച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്. He glanced on the long table at the faces he loved. ആ ഒരു ലോങ് ടേബിൾ മൊത്തവും അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നോക്കുകയാണ്. ഗ്ലാൻസ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി, താഴേക്ക് നോക്കി, അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. കാരണം 10-18 പേര് മക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ കുടുംബമാണ് അല്ലെ. അപ്പൊ അതിന്റെ അങ്ങേ തലയ്ക്ക് നമ്മുടെ ആൽബ്രക്റ്റ് ഇരിക്കുന്നു, ഇങ്ങേ തലയ്ക്ക് ആൽബർട്ട് ഇരിക്കുന്നു. സോ എനിക്കിനി പഠിക്കാൻ പോണ്ട, നഹി എന്ന് പറഞ്ഞ് നഹി അല്ലെ, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ണീരോട് കൂടിയിട്ട് സങ്കടപ്പെട്ട് എന്ത് ചെയ്യാണ്? എല്ലാവരുടെയും മുഖത്തേക്ക് നിസ്സഹായനായിട്ട് നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഥ പറയാണ്. Then holding his hands close to his right cheek, he said softly. എന്താണ്? അദ്ദേഹത്തിന്റെ കൈകള് അദ്ദേഹത്തിന്റെ കവിളിനോട്, റൈറ്റ് ചീക്സിനോട് അടുപ്പിച്ചു വെച്ചിട്ട് അദ്ദേഹം പറയാണ്, നോ ബ്രദർ, ഐ cannot go to the academy. എനിക്ക് അക്കാഡമിയിലേക്ക് പോകാൻ സാധിക്കില്ല. It's too late for me. Look what 4 years in the mines have done to my hands. എനിക്കിനി ഒരിക്കലും അക്കാഡമിയിൽ പോയി നല്ല മനോഹരങ്ങളായിട്ടുള്ള പടങ്ങൾ വരയ്ക്കാനോ കൊത്തുപണികൾ ചെയ്യാനോ എൻഗ്രേവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. എൻ്റെ കൈകളിലേക്ക് നോക്കൂ അല്ലെ, എൻ്റെ ഈ കൈകളിലേക്ക് നോക്കൂ. 4 വർഷം ഞാൻ മൈനിൽ കടന്ന് കഷ്ടപ്പെട്ടപ്പോ എൻ്റെ കൈകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ നോക്കൂ. The bones in every finger have been smashed at least once. ഈ വിരലുകളിലെ എല്ലുകൾ ഒരു തവണയെങ്കിലും പൊടിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ മൈൻസിൽ ഇങ്ങനെ ഇടിക്കുകയാണല്ലേ. അങ്ങനെ അടിക്കുന്ന സമയത്ത് അറിയാണ്ട്
ആക്സിഡന്റ് പറ്റിയിട്ട് കയ്യിലാവും. അങ്ങനെ ഓരോ വിരലുകളും ഒരു തവണയെങ്കിലും മിനിമം സ്മാഷ്ഡ് ആയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ട്, ചതഞ്ഞു പോയിട്ടുണ്ട്. ദ ബോൺസ് ഇൻ എവറി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ് ലിസ്റ്റ് വൺസ്. എല്ലാ വിരലിലെയും എല്ലുകൾ, ബോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ഐ ക്യാനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്റ്റ്. നിങ്ങളുടെ ടോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചിയേഴ്സ് പറയാനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് എനിക്ക് ചിയേഴ്സ് പറയാൻ പോലും പറ്റില്ല. ഒരു ടോസ്റ്റ് എനിക്ക് റിട്ടേൺ ചെയ്യാൻ പോലും പറ്റില്ല. I cannot even hold a glass to return your toast, much less make art on canvas with a pen or brush. അല്ലെ, എനിക്ക് തിരിച്ച് ഒരു ടോസ്റ്റ് പോലും തരാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ക്യാൻവാസും ബ്രഷും എടുത്തിട്ട് കല അല്ലെങ്കിൽ ആർട്ട് ഉണ്ടാക്കുന്നത്? എന്നെ കൊണ്ട് സാധിക്കില്ല. ഇത്രയും കാലം ഈ മൈലിൽ ഞാൻ കഷ്ടപ്പെട്ടത് മൂലം എൻ്റെ കൈകളിലെ എല്ലാ വിരലിലെയും എല്ലാ എല്ലുകളും ഒടിഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇനി അക്കാഡമിയിൽ പോവാനോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിതാ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ആർട്ട് ചെയ്യാനോ പെയിന്റ് ചെയ്യാനോ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അല്ലെ, more than 500 years have passed. അങ്ങനെ ഏകദേശം 500 വർഷങ്ങൾ കഴിഞ്ഞു. 500 വർഷങ്ങൾ പിന്നിട്ടിട്ടപ്പോഴും by now hundreds of Albrecht's Durer masterful portraits, pens and silver point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. ഈ കഥയ്ക്ക് 500 വർഷങ്ങൾക്ക് ശേഷവും എല്ലാ മ്യൂസിയങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മ്യൂസിയങ്ങളിലും ഈ ആൽബ്രക്കിന്റെ പല തരത്തിലുള്ള ആർട്ട് വർക്കുകൾ, അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള വരകൾ, പോർട്രേറ്റ്സ്, അദ്ദേഹത്തിന്റെ പെന്ന്, അദ്ദേഹത്തിന്റെ സിൽവർ പോയിന്റ് സ്കെച്ചസ്, വാട്ടർ കളേഴ്സ്, ചാർക്കോള്, വുഡ് കട്ട്, കോപ്പർ ഇംപ്രഷൻസ് എല്ലാം എല്ലാ ഗ്രേറ്റ് മ്യൂസിയത്തിലും ഇപ്പോഴുമുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി ദ ആൽബർട്ട് ഡ്യൂറേഴ്സ് വർക്ക്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരേ ഒരു വർക്കാണ്. എന്താണ്? വൺ ഡേ ഹി ഡിസൈഡഡ് ഈ ഒരു പടം വരയ്ക്കാൻ. എന്താണ് അദ്ദേഹം വരച്ച ഒരു പെയിന്റിങ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ഒടിഞ്ഞ് അല്ലാന്നുണ്ടെങ്കിൽ മെലിഞ്ഞ് നീളമുള്ള മൊത്തം എല്ലുകൾ മൊത്തം ഒടിഞ്ഞ അദ്ദേഹത്തിന്റെ കൈകളാണ് അദ്ദേഹം വരച്ച പ്രേയിങ് ഹാൻഡ്സ്. അദ്ദേഹം വരച്ച ഈ ഒരു പടം എന്ന് പറയുന്നത് പിന്നീട് ആൾക്കാർ പ്രേയിങ് ഹാൻഡ്സ് എന്ന് വിളിച്ചു, അങ്ങനെ അറിയപ്പെട്ടു. സോ അദ്ദേഹം ഇത്രയധികം കൃതികൾ വരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ എത്ര സാധനങ്ങളൊക്കെ എല്ലാ മ്യൂസിയത്തിലുണ്ടെങ്കിലും ആൾക്കാർക്ക് അറിയുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ ഈ പ്രേയിങ് ഹാൻഡ്സ് ആണ്. ബിക്കോസ് ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. സോ ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ്, അദ്ദേഹം എന്ത് ചെയ്തു? One day he decided to pay homage to his brother. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബ്രദറിന് പകരം നൽകാൻ, ഹോമേജ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രദർ എന്ത് ചെയ്യാണ്? ഡിസൈഡ് ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന്റെ സാക്രിഫൈസ് ആണ്, അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടായതല്ല, അല്ലെ? സോ പകരം ഒരു ഹോമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൽബ്രക്ക് എന്ത് ചെയ്യാണ്? ഡിസൈഡ് ചെയ്യാണ്. ആൽബ്രക്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together, but the thin fingers stretched skyward. ആകാശത്തിലേക്ക് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിരലുകളായിട്ട് അദ്ദേഹം ആൽബ്രക്ക് പെയിൻസ്റ്റേക്കിംഗ്ലി വേദനയോട് കൂടിയിട്ട്, വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബ്രദറിന് തിരിച്ചൊരു സമ്മാനമായിട്ട് ആ ബ്രദറിന്റെ അബ്യൂസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്സ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം വേദന ഏറ്റുവാങ്ങിയ കൈകൾ, കൈകൾ എന്താണ്? പാംസ് ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ ഫിംഗേഴ്സ് ഇങ്ങനെ ആകാശത്തിലേക്ക് സ്ട്രെച്ച് ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ കൈവിരലുകൾ എന്ത് ചെയ്യാണ്? വരയ്ക്കുകയാണ്. ഹി കോൾ ഹിസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ്. ആ പവർഫുൾ ഡ്രോയിങ്ങിനെ അദ്ദേഹം സിമ്പിൾ ആയിട്ട് ഹാൻഡ്സ് എന്ന് മാത്രമാണ് വിളിച്ചത്. ബട്ട് ദ വേൾഡ് റീനെയിംഡ് ഹിസ് ട്രിബ്യൂട്ട് ഓഫ് ലവ് ആസ് the praying hands. പക്ഷേ ലോകം മുഴുവൻ, ലോകജനത മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ട്രിബ്യൂട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചേട്ടന് വേണ്ടിയിട്ട് നൽകിയ ഈ ഒരു ആദരവിനെ praying hands എന്ന് ലോകം വിളിച്ചു. The next time you see a copy of that touching creation, take a second look. ഇനി നിങ്ങൾ ഈ ഒരു ടച്ചിങ് ക്രിയേഷന്റെ ഒരു കോപ്പി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കണം. ഇതെന്താണ്? വേറൊരു പെയിന്റിംഗ് ഇല്ല. അതിനു മുമ്പിൽ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ അദ്ദേഹം വെറുതെ ആക്കിയ കഥയുണ്ട്, ത്യാഗത്തിന്റെ കഥയുണ്ട്. അതാണ് പറയുന്നത്. Let us remember that no one ever make it alone. ഒരിക്കലും ഒരാളും ഒറ്റയ്ക്ക് എവിടെ എത്തില്ല, അല്ലെ? നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിതാ പഠിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വിജയത്തിലേക്ക് എത്തുന്നു, നല്ല മാർക്ക് വാങ്ങുന്നു. നാളെ നിങ്ങളുടെ അംബീഷൻ അനുസരിച്ച് നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ എന്തോ ആകാം, അല്ലെ? അപ്പൊ എന്താണ് നിങ്ങളുടെ അംബീഷൻ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾ നാളെ ഏത് ഉയരങ്ങളിലേക്ക് എത്തിയാലും
നിങ്ങൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണോടാ അത്? നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പുണ്ട് അതിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ അമ്മയുടെ കണ്ണീരുണ്ട് അതിൻ്റെ മുമ്പിൽ. ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ കുഞ്ഞായിരിക്കുന്ന നമ്മളെ ഉറക്കമൊഴിച്ച് അവർ നമ്മുടെ കരച്ചിൽ മാറ്റിയിട്ടുണ്ട്, നമുക്ക് ആഹാരം തന്നിട്ടുണ്ട്, നമ്മളെ നോക്കിയിട്ടുണ്ട്, നമ്മളെ വളർത്തി വലുതാക്കിയിട്ടുണ്ട്, അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിത്തരാൻ, ബാഗ്, ബുക്ക്, ഡ്രസ്സ്, ഷൂസ്, പറയുന്ന സാധനങ്ങൾ വാങ്ങിത്തരാനായിട്ട് അച്ഛൻ്റെ കഷ്ടപ്പാടില്ലേ, അമ്മയുടെ വേദനയില്ലേ, രണ്ടുപേരുടെയും കഷ്ടപ്പാടില്ലേ? സോ ഒരാളും ഒരിക്കലും ഒറ്റയ്ക്ക് എവിടെ എത്തിയിട്ടില്ല, അല്ലെ? ഒരാളും ഒറ്റയ്ക്ക് എവിടെ എത്തിയിട്ടില്ല. ബാക്കിയുള്ളവരുടെ സാക്രിഫൈസ്, പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും തന്നെ എടുത്താൽ മതി. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സാക്രിഫൈസ് ആണ് നമ്മുടെ ഈ ജീവിതവും നമ്മുടെ ജീവനും എല്ലാം അവർ നൽകിയ സമ്മാനമാണ്. അച്ഛനമ്മയും മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് ചുറ്റും നല്ലത് പറഞ്ഞു തരുന്ന, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെ? ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. പക്ഷെ പ്രൈമറിലി നമ്മുടെ പേരൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർ. സോ ഒരിക്കലും ഒരാളും ഒറ്റയ്ക്ക് എവിടെ എത്തില്ല. ബാക്കിയുള്ളവരുടെ സാക്രിഫൈസ് നമ്മൾ ഏത് വിജയത്തിലെത്തിയാലും, നമ്മളിതാ കഷ്ടപ്പെട്ട് പഠിച്ചായിരിക്കും നമുക്ക് നല്ല മാർക്ക് കിട്ടുക, ഫുൾ A+ കിട്ടുക. പക്ഷെ അതിൻ്റെ പിന്നിലും നമുക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരുണ്ട്, അല്ലെ? മേ ബി അച്ഛനും അമ്മ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ടാവും, നിങ്ങളുടെ ചേട്ടന്മാർ, ചേച്ചിമാർ, അനിയന്മാരൊക്കെ ഉണ്ടാവും, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടാവും. സോ ഇവരുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അപ്പൊ നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മക്കളെ നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ, നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ ചാപ്റ്റർ? MBBS ഡോക്ടർ ആവാനാണ് ആഗ്രഹം, കളക്ടർ ആവാനാണ് ആഗ്രഹം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ അംബീഷൻ എന്തൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. സങ്കടം വന്നോ? സങ്കടം വന്ന് സാരമില്ല, നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലെ? അപ്പൊ നാളെ നമ്മുടെ മക്കളെയും നമ്മൾ ഇതുപോലെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ഇതൊക്കെ എന്താണ്? നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയുടെ, അവരുടെ അച്ഛനും അമ്മയും നോക്കിയിട്ടാണ് അവരെയും വളർത്തിയത്. സോ മനുഷ്യരെന്ന് പറയുന്നത് എന്താണെടാ? സോഷ്യൽ ബീങ്സ് ആണ്. നമുക്ക് കുറെ കമ്മിറ്റ്മെന്റുകൾ, നമുക്ക് കുറെ കടപ്പാടുകളുണ്ട്. സോ നമ്മൾ സങ്കടം വന്നിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനെയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരും നമ്മളെ സഹായിച്ച് എല്ലാവരെയും തിരിച്ച് സഹായിക്കുക, ബെറ്റർ ഹ്യൂമൻ ആവുക, നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക. ഓക്കെ, പോലീസ് ആവാനാണ് ആഗ്രഹം. വെരി ഗുഡ്, വെരി ഗുഡ്. ക്രിക്കറ്റർ ആവാൻ ആഗ്രഹമുണ്ട്, എഞ്ചിനീയർ, ഫുട്ബോൾ പ്ലെയർ, അക്കൗണ്ടന്റ്, ആർക്കിയോളജിസ്റ്റ്, വെരി ഗുഡ്. അഡ്വക്കേറ്റ്, യെസ്. IAS. ഓക്കെ, ഓക്കെ, യെസ്. ഡോക്ടർ ആവണം. ഓക്കെ, എല്ലാവരുടെയും അംബീഷനൊക്കെ കമന്റ് ബോക്സിൽ മിസ് കാണുന്നുണ്ട്. എല്ലാവരെയും മിസ് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട്, നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പെടുന്ന റിസൾട്ട് ഉണ്ടാവട്ടെ, നിങ്ങൾ വിചാരിച്ച പൊസിഷനിലേക്ക് എത്താൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലായോ? ചാപ്റ്റർ ക്ലിയർ ആണോ? സെറ്റ് ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ മിസ്സിന് എന്ത് തരും? മിസ്സിന് റോസാപ്പൂക്കൾ തരണം. ഏതെങ്കിലും വേർഡ്സിൽ സംശയം ഉണ്ടെങ്കിൽ മിസ് പിന്നെയും ചോദിക്കുകയാണ്, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഡൗട്ട്സ് ഒന്നും ഇല്ല, സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെട്ട കുറച്ച് ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും നോക്കാം, അല്ലെ? സോ ഈ ഒരു വേർഡ് നോക്കിക്കേ, സാക്രിഫൈസ്. വാട്ട് ഡു യു മീൻ ബൈ സാക്രിഫൈസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലെ? ത്യാഗം അല്ലെങ്കിൽ ത്യജിക്കുക, ഗിവിങ് അപ്പ് സംതിങ് ഫോർ സംവൺ എൽസ്. വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ വിട്ടുകൊടുക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ത്യജിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാക്രിഫൈസ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എന്താണ്? സപ്പോർട്ട്. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുക, അല്ലെ? ടു ഹെൽപ്പ് ഓർ സ്റ്റാൻഡ് ബൈ സംവൺ. ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത എന്താ? ഡെഡിക്കേറ്റഡ്. ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യുക, ഗിവൺ ഫുള്ളി, നമ്മളെ തന്നെ അർപ്പിക്കുക, അതിനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡിവോട്ടഡ് ഓർ ഗിവൺ ഫുള്ളി. ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ടപ്പാട്. ഓക്കെ, ഹാർഡ്ഷിപ്പ് മീൻസ് ഡിഫിക്കൽട്ടി ഓർ സ്ട്രഗിൾ, അതിനെയാണ് ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി, അല്ലെ? താങ്ക്ഫുൾനെസ്, അതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ടാലന്റ്? കഴിവ്, നാച്ചുറൽ സ്കിൽ ഓർ എബിലിറ്റി, അതിനെയാണ് ടാലന്റ് എന്ന് പറയുന്നത്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എന്താ?
ഇറ്റ് വാസ് എ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എന്താ, അടിപൊളി ഒരു ഐറ്റം അല്ലെ, ഗ്രേറ്റ് വർക്ക് ഓഫ് ആർട്ട്, അതിനെയാണ് നമ്മൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ പഠിച്ചു അടിപൊളിയായിട്ട് അല്ലെ. നമ്മളിതാ മീനിങ്സും ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും നോക്കി. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? റെഡിയാണോ? അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഈ ലൈവിലിരുന്നതിന് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോരല്ലോ, എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടെ മിസ് തരണ്ടേ? സോ മിസ്സിന്റെ ഗിഫ്റ്റ് ഇതാണ്. നമ്മളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പൊ ക്യാരക്ടർ സ്കെച്ച് നമ്മളോട് എക്സാമിന് ചോദിച്ചാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ 2 ആൾക്കാരെ പറ്റിയിട്ട് ക്യാരക്ടർ സ്കെച്ചിന് ചോദിക്കാൻ ചാൻസ് ഇല്ലേ? ആയിരിക്കും ഈ ചാപ്റ്ററിൽ ആകെ 2 ആൾക്കാരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഈ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള 2 പേരും ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അർഹതയുള്ളവരാണ്. 2 പേരും നല്ല ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. സോ അത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ അറിയണം എന്താണ് ക്യാരക്ടർ സ്കെച്ചിന്റെ ഫോർമാറ്റ്. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്താണ് അതിന്റെ ഫോർമാറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേടാ. എന്താണ്? ക്യാരക്ടർ സ്കെച്ചിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ആരാണ് ക്യാരക്ടർ? ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് ചോദിച്ചത്? അയാളുടെ പേര് ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അയാളുടെ പേരോ റോളോ ഒരു ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവണം. സോ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ഇനി അയാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ഓക്കെ, അയാളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണോ അത് നമ്മൾ പറയുക. 3-4 ക്വാളിറ്റീസ് എങ്കിലും നമുക്ക് പറയാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ കൈൻഡ് ആണ്, ഹെൽപ്ഫുൾ ആണ്, ബ്രേവ് ആണ്, ഓണസ്റ്റ് ആണ്, എന്താണോ ആ ക്യാരക്ടറിന്റെ. ഇനിയിപ്പോൾ ആ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്രൂക്കഡ് ആണ്, കണ്ണിങ് ആണ്, അതൊക്കെ നമുക്ക് എഴുതാം. സോ എന്താണ് ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ആക്കി വെച്ചിട്ടാണല്ലോ വന്നത്. സ്വഭാവ സവിശേഷതകൾ. ഇപ്പൊ ശരി, അപ്പൊ ആ സവിശേഷതകൾ എന്താണോ അത് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ആക്ഷൻസ്, എന്താണ് അവർ ചെയ്യുന്നത്, വാട്ട് ദേ ഡു ഇൻ ദ സ്റ്റോറി, സ്റ്റോറിയിൽ അവർ എന്താണ് ചെയ്യുന്നത്, ഹൗ ദേ ബിഹേവ് വിത്ത് അതേഴ്സ്, ബാക്കിയുള്ളവരായിട്ട് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്, ഇത് വേണം. ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഒരു കൺക്ലൂഷൻ. ഓക്കെ, അതായത് ഈ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഇയാളെ പോലെ ആവാനോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റാർട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആൽബർട്ടിനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽബർട്ട് ഡ്യൂറർ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, പ്ലേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേര് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ആക്ഷൻസ്, ഇമ്പോർട്ടൻസ്, കൺക്ലൂഷൻസ്, ഇത്രയും നമുക്ക് കൊടുക്കാം. സോ ഇതനുസരിച്ച് നമ്മുടെ ആൽബർട്ടിന്റെയും ആൽബർട്ടിന്റെയും ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ജസ്റ്റ് ഷോർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽബർട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാം. ആൽബർട്ട് ആണ് മെയിൻ ക്യാരക്ടർ, ടാലന്റഡ് ആയിട്ടുള്ള യങ് ആർട്ടിസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, മെയിൻ ക്യാരക്ടർ ആണ്, ടാലന്റഡ് ആണ്, നമുക്ക് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, സിൻസിയർ ആണ്, നന്ദിയുള്ള ആളാണ് അല്ലെ, ഹംബിൾ ആണ്, ഇത്രയും അധികം കഴിവുള്ള ആളായിട്ടും ഹംബിൾ ആയിട്ടാണ് പെരുമാറുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്, സീരിയസ് ആയിട്ട് അദ്ദേഹം ആർട്ട് പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ സാക്രിഫൈസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കാര്യം നേടിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് മൂടും തട്ടി അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോകായിരുന്നു. അങ്ങനെയാണോ ചെയ്തത്? ആ ബ്രദറിന്റെ സാക്രിഫൈസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ് എന്താ, അദ്ദേഹത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അല്ലെ. ആ നന്ദി കൊണ്ടാണ് പ്ലേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഇങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടായത്. കൺക്ലൂഷൻ എന്താണ്, ഇദ്ദേഹം നമ്മളെ ഹാർഡ് വർക്കും നന്ദിയും താങ്ക്ഫുൾനെസ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൽബർട്ടിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ ഡ്രീം, അദ്ദേഹത്തിന്റെ സ്വപ്നം തന്നെ അല്ലെ, ആ ഒരു ഡ്രീം തന്നെ സാക്രിഫൈസ് ചെയ്ത ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ത്യജിച്ച ആളാണ്. സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നം ത്യജിച്ച ആളാണ് ആര്, സാക്രിഫൈസ് ചെയ്ത ആളാണ് നമ്മുടെ ആൽബർട്ട് അല്ലെ. സെൽഫ്ലെസ് ആണ്, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ആളല്ല, ലവിങ് ആണ്, ബ്രേവ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. ആക്ഷൻസ് എന്താ, മൈൻഡ്സിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടാണ് ബ്രദറിന്റെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് എന്താണ്, അദ്ദേഹത്തിന്റെ സാക്രിഫൈസ് ഉള്ളത് കൊണ്ടാണ് പ്ലേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കൃതി ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാകാരനെ വാർത്തെടുത്തത്. കൺക്ലൂഷൻ എന്താണ്, ട്രൂ ലവ് എന്താണ്, സാക്രിഫൈസ് എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. സോ ഇതിന്റെയൊക്കെ ഈ ഒരു
എന്താണ് ക്യാരക്ടർ സ്കെച്ചിന്റെ ഫോർമാറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആൽബർട്ട് ഡ്യൂറന്റെയും അതുപോലെ തന്നെ ആൽബർട്ടിന്റെയും ക്യാരക്ടർ സ്കെച്ച് മിസ് ഇതാ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കറിയാം, നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെ ഷോർട്ട് ആയിട്ട് എഴുതിയിട്ട് കാര്യമില്ല, അത് സെന്റൻസിലേക്ക് ആക്കണം. അപ്പോൾ സെന്റൻസിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ടാലന്റഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള യങ് ആർട്ടിസ്റ്റ് ആണ്, റെസ്പോൺസിബിൾ ആണ്, ഡിറ്റർമൈൻഡ് ആണ്, ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ആണ്, ഇമോഷണൽ ആണ്, അല്ലെ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു ക്രിയേഷൻ ഉണ്ടാക്കിയ അദ്ദേഹമാണ്, കൈൻഡ് ഹാർട്ടഡ് ആണ്, ലവിങ് ആണ്, റെസ്പെക്ട്ഫുൾ ആണ്, അദ്ദേഹം സിമ്പിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി ആണ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, സാക്രിഫൈസ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ആൽബർട്ടിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സെൽഫ്ലെസ് ആണ്, ലവിങ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെ. അദ്ദേഹം ആർട്ടിസ്റ്റ് ആവാൻ ഡ്രീം ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രീം ബ്രദറിന് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻഡ്സിൽ ഹെവി ആൻഡ് പെയിൻഫുൾ ആയിട്ടുള്ള ജോലികൾ ചെയ്തിട്ടാണ് അദ്ദേഹം ആൽബർട്ടിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള മണി ഏൺ ചെയ്യുന്നത്, അല്ലെ. ഈ ജോലി കാരണം അദ്ദേഹത്തിന്റെ ഹാൻഡ്സും അദ്ദേഹം എല്ലാം ഡാമേജ് ആവുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും പരാതി പറയുന്നില്ല, സഹോദരന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. സോ ഈ ഒരു ക്യാരക്ടർ വളരെയധികം കറേജ്, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, ജനറസിറ്റി ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ട്രൂ സാക്രിഫൈസിന്റെ സിമ്പിൾ ആണ് ഇദ്ദേഹം. സോ ബ്രദറിന് വേണ്ടിയിട്ടും ബ്രദർ ജയിക്കാൻ വേണ്ടിയിട്ടും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. സോ ബ്രദറിനെ സൈലന്റ് ആയിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡാമേജ് ഹാൻഡ്സ് ആണ്, പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ക്രിയേഷന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ റിയൽ ലൈഫ് ആക്ഷനിലൂടെയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ സാക്രിഫൈസും സൈലൻസും സപ്പോർട്ടും ഒക്കെ ആക്ഷനിലൂടെയാണ് കാണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന ആളാണ് നമ്മുടെ ആൽബർട്ട്. സോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായോ? ക്ലിയർ? അടിപൊളി, ഉഷാർ, സെറ്റാണോ? അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായോ മക്കളെ? ഓക്കെ ആണോ? ഓക്കേടെ കൂട്ടാ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിസ് ഇതാ കുറച്ച് നിങ്ങൾക്ക് ഇതാ എൻഗേജിങ് ആയിട്ടുള്ള കുട്ടി ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കാം. സോ അടിപൊളിയായിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. ആരാണ് ആദ്യം ആൻസർ ചെയ്യാന്ന് മിസ് നോക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഈസ് അബൌട്ട് ഡാഷ്. ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഈസ് അബൌട്ട് ഡാഷ്. 2 ഫ്രണ്ട്സ്, 2 സുഹൃത്തുക്കളെ പറ്റിയിട്ടാണോ? 2 ബ്രദേഴ്സ്, 2 സഹോദരങ്ങളെ പറ്റിയിട്ടാണോ? 2 ടീച്ചേഴ്സ്, 2 അധ്യാപകരെ പറ്റിയിട്ടാണോടാ? ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഈസ് അബൌട്ട് ഡാഷ്. പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന സ്റ്റോറി ആരെ പറ്റിയിട്ടുള്ളതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണോ, ബ്രദേഴ്സിനെ പറ്റിയിട്ടാണോ, ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണോ? വേഗം കമന്റ് ചെയ്തോളൂ. എ, ബി ഓർ സി? അമ്പോ, ഉഷാർ, എല്ലാവരും അടിപൊളിയായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ആൻസേഴ്സ് വേണം കേട്ടോ മിസ്സിന്. എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ മിസ് പഠിപ്പിക്കുന്നത്. ഓരോ സ്ലൈഡ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എല്ലാവരും മിസ്സിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരൂല്ലേ? ഓക്കെ, അമ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഓപ്ഷൻ ബി ആണ്. യെസ്, ഓപ്ഷൻ ബി ആണ്. ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഈസ് അബൌട്ട് 2 ബ്രദേഴ്സ്, അല്ലെ, 2 സഹോദരന്മാരെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന സ്റ്റോറി. വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കേടാ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേണോ ഇനി? നിങ്ങൾ വേണമെന്ന് പറഞ്ഞാലേ മിസ് തരുള്ളൂ. അധികം ഒന്നും ഇല്ല കേട്ടോ, ഒരു 5 or 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. വേണോ? ഓക്കെ, എങ്കിതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൽബ്രക്റ്റ് wanted to become a dash. Albrecht wanted to become a dash. Musician, scientist, painter or artist? Albrecht wanted to become a musician, scientist, painter or artist. ഓപ്ഷൻ ഇ ആണോ, ബി ആണോ, സി ആണോ? ആൽബർട്ടിന് ആരാവാനായിരുന്നു ആഗ്രഹം? മ്യൂസീഷ്യൻ ആണ്, സംഗീതജ്ഞനാണോ, ശാസ്ത്രജ്ഞനാണോ, കലാകാരൻ, ആർട്ടിസ്റ്റ് ആണോ, പെയിന്റർ ആണോ? വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? യെസ്, ആരുടെയും പേര് വായിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും കമന്റ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പൊ എല്ലാവരും എന്താ അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അമ്പോ, എന്തൊരു അടിച്ചറ്റിക്കാണ്, അടിപൊളി മക്കൾ. യെസ്, എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ, ഒരാള് പോലും തെറ്റിക്കുന്നില്ല. Albrecht wanted to become a painter or artist.
അക്കാഡമിയിൽ പോയി പഠിക്കാൻ, ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് നമ്മുടെ ആൽബ്രക്കിന് ഇഷ്ടം. രണ്ടുപേർക്കും അതായിരുന്നു ഇഷ്ടം അല്ലെ, രണ്ടുപേരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഓക്കെ ഓക്കേടാ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹൂ വർക്ക്ഡ് ഇൻ ദ മൈൻസ്? ഹൂ വർക്ക്ഡ് ഇൻ ദ മൈൻസ്? ആരാണ് മൈൻസിൽ വർക്ക് ചെയ്തിരുന്നത്? ആൽബ്രക് ആണോ, ആൽബർട്ട് ആണോ, ബോത്ത്, രണ്ടുപേരാണോ? ഹൂ വർക്ക്ഡ് ഇൻ ദ മൈൻസ്? മൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? ആൽബ്രക്, ആൽബർട്ട്, ബോത്ത്. ഓപ്ഷൻ ഇ ആണോ, ബി ആണോ, സി ആണോ? ചേട്ടനാണോ, അനിയനാണോ? ചേട്ടൻ ഭാവയാണോ, അനിയൻ ഭാവയാണോ? ആരാണ് മൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ശ്രദ്ധിക്കുക കേട്ടോ, രണ്ടുപേരുടെയും പേര് ഏകദേശം സിമിലർ ആയതുകൊണ്ട് തെറ്റിപ്പോരുത്. ആൽബ്രക് ആണോ, ആൽബർട്ട് ആണോ? സി. ക്ലാസ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അല്ല, മിസ്സിന്റെ ക്ലാസ് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറയുന്നില്ലേ, നല്ല ആക്റ്റീവായിട്ട് കമന്റ് ബോക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങൾ അതിനെക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ. മിസ്സിന് പൊതുവെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരാൻ മിസ്സിന് ഇഷ്ടമാണ്, അത്ര ആക്റ്റീവായിട്ടുള്ള കമന്റ് ബോക്സ് ആണ്. ഓക്കെ, യെസ്. മൈൻസിൽ ആരാണ് വർക്ക് ചെയ്തത്? കുറെ പേര് തെറ്റിക്കുന്നുണ്ടല്ലോ, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. നമ്മുടെ ആൽബർട്ട് അല്ലേടാ. ആൽബർട്ട് അക്കാഡമിയിൽ പഠിക്കാൻ പോയി, ആൽബർട്ട് ആണ് മൈൻസിൽ വർക്ക് ചെയ്തത് കേട്ടോ. കഷ്ടപ്പെട്ടത്, സാക്രിഫൈസ് ചെയ്തത് ആൽബർട്ട് ആണ്. ആരും തെറ്റിക്കരുത്, കഷ്ടപ്പാട് ഒരിക്കലും തെറ്റിപ്പോകരുത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ആൽബർട്ട് വർക്ക് ഇൻ ദ മൈൻസ്? എന്തിനാണ് ആൽബർട്ട് മൈൻസിൽ വർക്ക് ചെയ്തത്? ടു ബൈ ക്ലോത്ത്സ്, ഡ്രസ്സ് വാങ്ങാനാണോ? ടു സപ്പോർട്ട് ഹിസ് ബ്രദേഴ്സ് ആർട്ട് എഡ്യൂക്കേഷൻ, ബ്രദറിന്റെ ആർട്ട് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാനാണോ? ടു ട്രാവൽ, യാത്ര ചെയ്യാനാണോ? ഇവിടെ ആൽബർട്ട് ഒരു ട്രിപ്പനായിരുന്നോ, ഡ്രസ്സ് വാങ്ങുന്ന ഫാഷൻ ഐക്കൺ ആയിരുന്നോ, അതോ ബ്രദറിന്റെ ആർട്ട് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? Why did Albert work in the mines? To buy clothes, to support his brother's art education, to travel. Very good. Yes. Correct ആണ് കേട്ടോ, കറക്റ്റ് ആണ്. To support his brother's art education, അല്ലെ, ബ്രദറിന്റെ ആർട്ട് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The famous sketch made by Albrecht is? Albrecht സൃഷ്ടിച്ച ഫേമസ് ആയിട്ടുള്ള സ്കെച്ച് എന്താണ്? മൊണാലിസ, പ്രേയിങ് ഹാൻഡ്സ്, സ്റ്റാറി നൈറ്റ്. ഏതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്കെച്ച് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ, എല്ലാവരും ആൻസേഴ്സ്. ഇപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ഈ ഒരു ലൈവ് ചാറ്റിലല്ല, നമ്മുടെ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടാവും. ആ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ എന്നുള്ളത് കമന്റ് ചെയ്യണം. അതുപോലെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? കമന്റ് ചെയ്യാം കേട്ടോ. മിസ് എന്ത് ചെയ്യും? മിസ് ആൻസേഴ്സ് വായിച്ചു നോക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. മിസ് എന്ത് ചെയ്യും? സമയം കിട്ടുമ്പോൾ മിസ് എല്ലാ ആൻസേഴ്സും കമന്റ്സും ഒക്കെ വായിച്ചു നോക്കും. ഓക്കെ, സോ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് മക്കളെ, ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ നോട്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. എവിടെ കിട്ടാന്നറിയോ? നിങ്ങളിപ്പോൾ കമന്റ് ചെയ്യുന്ന ഈ കമന്റ് ബോക്സിന്റെ ഏറ്റവും മുകളിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെത്താം. ക്ലാസ് കഴിഞ്ഞുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? നമ്മുടെ നോട്ട്സിന്റെ ലൈവിന്റെ നോട്ട്സ് ഒക്കെ അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ആ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെത്താം. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും നമ്മൾ എല്ലാ വിഷയങ്ങളുടെയും ഫ്രീ ആയിട്ടുള്ള നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു. അതിൽ കുറച്ച് കുട്ടി ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെയും കറക്റ്റ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എൻ ബാച്ച് എന്ന് പറയുന്നത് റിവിഷൻ ക്ലാസ്സസ് ആണ്. ഈ കുറച്ച് ദിവസങ്ങളെ നമുക്ക് എക്സാമിനുള്ളൂ. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് നമ്മുടെ എൻ ഗെയിം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ റിവിഷൻ ബാച്ചാണ് കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ആൻസേഴ്സ് എന്ത് ചെയ്യാ? ഇവിടെ ലൈവ് ചാറ്റിലല്ലടാ, നമ്മളിതാ ലൈവ് എൻഡ് ചെയ്യുമ്പോൾ മിസ് ലൈവ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ ലൈവിന്റെ കമന്റ് ബോക്സിൽ വേണം ആൻസേഴ്സ് കമന്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടമായോ?
സോ പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ? മിസ്സിന് ഇഷ്ടമായോ? എന്താണ് അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയും നേരം മിസ്സിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനിയും കാണാം. നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. സോ